പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഇടക്കാല ബജറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഇന്ററിം ബജറ്റാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത്. കാർഷിക ഗ്രാമീണ മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ജനപ്രിയ ഇടക്കാല ബജറ്റ് എന്ന് തീർച്ചയായിട്ടും വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ്. ആദായ നികുതി സ്ലാബിലോ മറ്റോ ഒരു മാറ്റവും വരുത്തുന്നില്ല. ഇറക്കുമതി തീരുവയിലും മാറ്റമില്ല. പ്രത്യക്ഷ പരോക്ഷ നികുതികളിൽ ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഇടക്കാല ബജറ്റിൻ്റെ എല്ലാ സവിശേഷതകളും ഉള്ള ഒരു ബജറ്റ്. ഇടക്കാല ബജറ്റിൻ്റെ എല്ലാ സവിശേഷതകളും ഉണ്ട്. അതേസമയം തന്നെ ക്ഷേമ പദ്ധതികൾക്കും ഗ്രാമീണ കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഇടക്കാല ബജറ്റ് എന്ന് തീർച്ചയായിട്ടും വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ഇപ്പോൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. ഡി ധനസുമോദ് വിവരങ്ങൾ നൽകും. സുമോദ്, ബജറ്റിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ്? അജിബ്സ്, നമ്മൾ നേരത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ നിരക്കുകളിൽ, അതായത് നികുതി വരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റം വരുത്താതെ തന്നെ അതേസമയം ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്, അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു ഘടകം അംഗനവാടി ആശാ വർക്കർമാരെ ആയുഷ്മാൻ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതിൽ ആരോഗ്യരംഗത്ത് വലിയ തരത്തിലുള്ള ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനായി കൂടുതൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ചെയ്യുന്നത് നിലവിലെ ജില്ലാ ആശുപത്രികൾ ഉൾപ്പെടെയുള്ളവ ഒരു മെഡിക്കൽ കോളേജ് നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് പ്രധാനമായും ആരോഗ്യരംഗത്തെ വലിയ തരത്തിലുള്ള ഒരു കുതിച്ചുചാട്ടത്തിന് വേണ്ടി ലക്ഷ്യമിടുന്നത്. വിളവുകൾക്ക് ഉള്ള സുരക്ഷിതത്വം ഉറപ്പാക്കും. മാത്രമല്ല, ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ വിളവ് കഴിഞ്ഞതിന് ശേഷമുള്ള പോസ്റ്റ് ഹാർവസ്റ്റ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവിടെ PPP സ്വകാര്യ സംരംഭകരുടെ കൂടി ഒരു ഇടപെടലുകൾ, അവരുടെ കൂടി ഒരു ഇടപെടലുകൾ അവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി ആരംഭിക്കുന്നുണ്ട്. കാര്യം, നേരത്തെ ഉണ്ടായിരുന്ന ബജറ്റിൽ കൃഷി ഉൾപ്പെടെയുള്ളവ PPP മോഡിലേക്ക് പോയപ്പോഴാണ് വലിയ പ്രക്ഷോഭം കർഷകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു വിളവിന് ശേഷമുള്ള കാര്യങ്ങളിലാണ് ഇതുപോലെ PPP ഇടപെടലുകൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മത്സ്യബന്ധന മേഖലയിൽ 55 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല, 1 കോടി സോളാർ പദ്ധതികൾ, പുറത്ത് സോളാർ വയ്ക്കുന്നത്, 300 യൂണിറ്റെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്നത് വെച്ച് 1 കോടി വീടുകളിലേക്ക് അത് വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശം, ലക്ഷ്യമിടുന്നത്. ഇതുകൂടാതെ ഒരു റെയിൽവേ വികസനം എന്ന രീതിയിൽ തന്നെ 3 റെയിൽവേ ഇടനാഴികൾ, ഒരു മേജർ ഇടനാഴികൾ 3 എണ്ണം തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇന്ന് 2 മണിക്ക് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇക്കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കും. മാത്രമല്ല, ഇത് സുരക്ഷിതത്വം പ്രധാനമായും ലക്ഷ്യമിട്ടുകൊണ്ട് റെയിൽവേ കോച്ചുകളുടെ ഒരു നവീകരണമാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. 40,000 നിലവിലെ റെയിൽ ബോഗികൾ, അത് വലിയ തരത്തിലുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് വന്ദേ ഭാരത് ബോഗികൾ അതുപോലെ ആക്കി മാറ്റുന്നതിന് 40,000 ബോഗികളെയാണ് അത് മാറ്റുന്നത്. അങ്ങനെയുള്ള ഒരു പദ്ധതി കൂടി ഇതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ എയർപോർട്ടുകളുടെ എണ്ണം ഇരട്ടിയാക്കും. കാര്യം, നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതിനു ശേഷം എയർപോർട്ടുകളുടെ എണ്ണം, വിമാനത്താവളങ്ങൾ നിർമ്മിക്കുന്നതിൽ വലിയ തരത്തിലുള്ള ഒരു വളർച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ്. ഇതുപോലെ തന്നെ എയർക്രാഫ്റ്റ് മുഖേനയുള്ള വരുമാനവും വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ചെറുകിട വ്യവസായ ഗ്രൂപ്പുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കും എന്ന് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഇലക്ട്രിക് ബസ്സുകളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കും. പരിസ്ഥിതി സൗഹൃദ ബസ്സുകൾക്ക് വേണ്ടിയുള്ള നഗരങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രധാനമായിട്ടുള്ള ഈ ബസ്സുകൾ, അതിനുള്ള ഇലക്ട്രിക് ബസ്സുകളുടെ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കും എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ടൂറിസം രംഗത്ത് വലിയ തരത്തിലുള്ള ഒരു കുതിച്ചുചാട്ടമാണ് ലക്ഷ്യമിടുന്നത്. ഈ G20യുടെ ഒരു വിജയം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയിലെ ടൂറിസം ഹബ്ബാക്കി തന്നെ മാറ്റുന്നതിന് പ്രധാനപ്പെട്ട ടൂറിസം ഹബ്ബുകളെ തന്നെ ഇവിടെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ സ്പിരിച്വൽ ടൂറിസമാണ് പ്രധാനമായും. ഇതുകൂടാതെ ഈ ടൂറിസം രംഗത്തേക്ക് ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്ക് കൂടുതൽ വികസന സാധ്യതകൾ വരുത്തുന്ന തരത്തിൽ ലക്ഷദ്വീപിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലേക്കുള്ള പദ്ധതികളാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന വലിയ
വലിയ പ്രധാനപ്പെട്ട പ്രശ്നം ജനസംഖ്യാ പെരുപ്പം തന്നെയാണ്. ഇത് പഠിക്കാൻ വേണ്ടി ഒരു ഉന്നതതല സമിതിയെ നിയോഗിക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കേന്ദ്രീകൃത ഫണ്ട് വഴി ചെറുപ്പക്കാർക്ക് കുറഞ്ഞ നിലയിൽ തന്നെ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയും ഇതിനകം തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കും എന്നാണ് നിർമ്മല സീതാരാമൻ അറിയിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ റവന്യൂ വരുമാനം 2024-25 30.80 ലക്ഷം കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷിത ചെലവ് 47.66 ലക്ഷം കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. നികുതി ഘടനയിൽ കാര്യമായ മാറ്റം വരുത്താതെയും അതേസമയം സ്ത്രീകളിലേക്കും അതുപോലെ തന്നെ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉൾപ്പെടെയുള്ളവ വലിയ തരത്തിലുള്ള ഒരു കുതിച്ചുചാട്ടത്തിന് വേണ്ടിയുള്ള ഒരു ലക്ഷ്യമിട്ടുള്ള ഒരു ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചതെന്നാണ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ അവകാശപ്പെടുന്നത്. ഡി ധനസുമോദാണ് വിവരങ്ങൾ നൽകുന്നത്. സുമോദ്, ഇതിൽ ഈ ഒരു ഇടക്കാല ബജറ്റിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റും? ഈ നികുതി ഘടനയിലൊന്നും മാറ്റം വരുത്തുന്നില്ല എന്ന് പറയുമ്പോൾ പൊതുവെ ഈ ഒരു ബജറ്റ് ജനപ്രിയമാണ് എന്ന് പറയാൻ കഴിയുമോ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ജനപ്രിയ ബജറ്റ് എന്ന രീതിയിൽ അവതരിപ്പിക്കുമെന്ന് ആദ്യം പറഞ്ഞിരുന്നത് കിസാൻ സമ്മാൻ യോജന. അത് നിലവിൽ 6,000 രൂപയാണ് പ്രതിവർഷം നൽകുന്നത്. 3 ഗഡുക്കളായിട്ടാണ് നൽകുന്നത്. ഇതൊരു 12,000 രൂപ വരെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് ഉള്ള രീതിയിലേക്ക് വർദ്ധിപ്പിക്കും എന്നാണ് കരുതുന്നത്. അതായത് ജനങ്ങളിലേക്ക് കൂടുതൽ ഫണ്ട് എത്തിക്കാനുള്ള, അവരിലേക്ക് കൂടുതൽ വരുമാനം എത്തിക്കുകയും ഈ വരുമാനം വിപണിയിലേക്ക് പോവുകയും അങ്ങനെ കെയ്ൻസ് തിയറി അനുസരിച്ച് കൂടുതൽ ചെലവ് ചെയ്യാൻ ജനങ്ങളിലേക്ക് പണം എത്തിക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ തരത്തിലേക്കുള്ള ഒരു